നമ്മളെ പ്രൊഡക്ഷനിലും മിക്സിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഓർ കേൾക്കുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ മെയിൻ ഒന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത് ലോ എൻഡ്. സോ ലോ എൻഡിൽ ഇഷ്യൂസ് പല തരത്തിൽ വരും. ഇപ്പോൾ തൽക്കാലം നമുക്ക് 2 ഡൊമെയിനായിട്ട് പറയാൻ പറ്റും. ഒന്ന് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ്, ഒന്ന് മിക്സിങ്ങിൻ്റെ സമയത്ത് വരുന്ന ചില മിസ്റ്റേക്സ്. അത് പക്ഷേ രണ്ടും തമ്മിൽ ഓവർലാപ്പും വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ ഈ പ്രൊഡക്ഷൻ്റെ ഒരു ബാക്കി അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷനാണ് എപ്പോഴും മിക്സിങ്. കാരണം പ്രൊഡക്ഷൻ ഷിറ്റായി കഴിഞ്ഞാൽ മിക്സിങ്ങിൽ എന്ത് കാണിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിങ്ങിൽ നിങ്ങൾ ചില പ്രൊഡക്ഷൻ്റെ ചില പരിപാടികൾ ചെയ്യേണ്ടി വരും. എലമെൻ്റ് എടുത്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ സൗണ്ട്സ് മാറ്റുക, അങ്ങനത്തെയൊക്കെ. സോ എനിവേ ലോ എൻഡിൻ്റെ ഇഷ്യൂസ്. സോ ആദ്യം നമുക്ക് മിക്സിൻ്റെ കാര്യത്തിൽ പറയാം. സോ മിക്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മളുടെ ഒരു സ്ഥിരം കാണുന്നൊരു ലോ എൻഡിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ലോ എൻഡ്. എന്താണെന്നൊരു കറക്റ്റ് എന്താ അവിടെ നടക്കണമെന്ന് മനസ്സിലാവാത്തൊരു ക്ലൗഡി സിറ്റുവേഷൻ. ഓക്കെ, സോ ഈ ക്ലൗഡി അൺഡിഫൈൻഡ് ലോ എൻഡിന് കാരണം മെയിനായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എൻഡ് ബിൽഡപ്പ് ചെയ്യണതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പല എലമെൻസിലും അൺനെസസറി ലോ എൻഡുകൾ ഉണ്ടാകും. സോ അതൊക്കെ കൂടി ബിൽഡ് ചെയ്തിട്ട് ഒരുമാതിരി ഫ്ലഫി ലൂസ് ഒരു മെസ് ഓഫ് എ ലോ എൻഡ് വരും. സോ അതാണ് മെയിനായിട്ടുള്ളൊരു റീസൺ ഈ പ്രശ്നത്തിന്. ഓക്കെ, അത് ഫിക്സ് ചെയ്യാൻ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്, എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. ലോ കട്ട് ഫിൽറ്റർ അല്ലെങ്കിൽ ഹൈ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് അൺനെസസറി ലോ എൻഡ്സ് കളയുക എന്നുള്ളത്. പക്ഷെ അത് അത്രയും കൂടി സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. വളരെ കെയർഫുള്ളായിട്ടും ആലോചിച്ചും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ലോ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് കിക്കും ബേസും മാത്രം ലോ കട്ട് ചെയ്യാണ്ട് ബാക്കി എല്ലാത്തിനും ലോ കട്ട് കൊണ്ടിടാനും പറ്റില്ല. അത് പാട്ടിൻ്റെ കോണ്ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കേട്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിസി മിക്സാണ്. ഒരു കിക്ക്, ബേസ്, ഇലക്ട്രിക് ഗിറ്റാർ, അക്കോസ്റ്റിക് ഗിറ്റാറുണ്ട്. ആ അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ ലോ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ വോക്കലിൻ്റെ ആയാലും അക്കോസ്റ്റിക് ഗിറ്റാറിനായാലും അവിടെ കുറേ അൺനെസസറി ലോ എൻഡ് ഉണ്ടാവും. കാരണം ആ മിക്സിനകത്ത് മിക്കവാറും ലോ എൻഡ് കവേർഡ് ആയിരിക്കും ഓൾറെഡി. കിക്ക്, ബേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലോ എൻഡ് കവേർഡ് ആയിരിക്കും. ആ ഭാഗത്ത് നമുക്ക് അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ ഒരു 100 ഹെഡ്സ് അല്ലെങ്കിൽ ബിലോ ആ ഭാഗം മിക്കവാറും ആ സോങ്ങിന് ആവശ്യം ഉണ്ടാവില്ല. സോ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് തന്നെ കളയാൻ പറ്റും. ഇനി വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡ്രം എലമെൻ്റ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, ഒരു ഗ്രൂവി ബേസ്. ബാക്കി ഇലക്ട്രിക് ഗിറ്റാറും കാര്യങ്ങളൊന്നുമില്ല, വളരെ സ്പാഴ്സാണ്. അക്കോസ്റ്റിക് ഗിറ്റാർ മാത്രമാണുള്ളത്. സോ ആ സമയത്ത് നമുക്ക് ആ അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ അധികം അങ്ങോട്ട് മുകളിലേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തിന്നായി പോവും, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. ഇതിപ്പോൾ ഞാൻ അക്കോസ്റ്റിക് ഗിറ്റാറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതേമാതിരി ഏത് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ലോ കട്ട് ചെയ്യണതിന് മുമ്പ് അല്ലെങ്കിൽ ഹൈ പാസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് അത് ആ സോങ്ങിന് ആ എലമെൻറ്റിന് ഉള്ള പർപ്പസ് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ കാര്യം സൂക്ഷിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു എലമെൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു പിയാനോ ഉണ്ട്, പിയാനോൻ്റെ ലോ നോട്ടുകൾ ബേസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്, ക്ലൗഡിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലോ കുറച്ചാൽ മതിയാവും. ചിലപ്പോൾ ആ നമ്മളൊന്നായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പിയാനോ ഭയങ്കര തിന്നായിപ്പോവും. അപ്പോൾ കട്ട് ചെയ്യണോ അതോ കുറയ്ക്കണോ എന്നുള്ളത് കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി. സോ അത് കോമൺ ആയിട്ട് കാണുന്ന ഇഷ്യൂ അതാണ്. അത് മാത്രമായിരിക്കില്ല ക്ലൗഡി ലോ എൻഡിൻ്റെ റീസൺ, പക്ഷേ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അതാണ്, ഈ ലോ എൻഡ് ബിൽഡപ്പ് ചെയ്യണതാണ്. അത് ഈ പറഞ്ഞ മാതിരി EQ ചെയ്തിട്ടോ ഫിൽറ്റർ ചെയ്തിട്ടോ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ മിക്സിൽ വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാത്ത ലോ എൻഡാണ്. ഇപ്പോൾ ബേസ് പാർട്ടോ അല്ലെങ്കിൽ ഓവറോൾ ലോ എൻഡിൽ ചില സമയത്ത് ചില നോട്ടുകൾ ഭയങ്കര ലൗഡായിട്ടും ചില നോട്ടുകൾ ഭയങ്കര സോഫ്റ്റായിട്ട് തിന്നായിട്ടൊക്കെ വരും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിൻ്റെ ആ ഒരു ലോ എൻഡ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ പോലെയാണല്ലോ. അപ്പോൾ ലോ എൻഡ് ഇങ്ങനെ ഇടയ്ക്ക് തിന്നായി ഇടയ്ക്ക് ഭയങ്കര ഭൂമിയായിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്രശ്നം വരും. അതും സ്ഥിരമായിട്ട് കാണുന്നൊരു ഇഷ്യൂ ആണ്.
സോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കംപ്രഷനാണ്. ഡൈനാമിക്സ് അഡ്ജസ്റ്റ് ചെയ്യുക, ടൈറ്റ് ലോ എൻഡ് ആക്കുക. അത് ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിനകത്ത് കംപ്രസ് ചെയ്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഓവറോൾ സോങ്ങിൻ്റെ ലോ എൻഡ് ഇതേപോലെ ചാഞ്ചാടി കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നായിട്ട് ലോ എൻഡ് കംപ്രസ് ചെയ്യേണ്ടി വരും, മൾട്ടി ബാൻഡ് കംപ്രഷൻ പോലെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ സിംഗിൾ ബേസ് എലമെൻ്റാണ് നിങ്ങൾ കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കംപ്രസർ ചൂസ് ചെയ്യുമ്പോഴും ആലോചിക്കണം. കാരണം ചില കംപ്രസേഴ്സ് ബേസൊക്കെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോ എൻഡ് തിന്നായി പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം ഓവറായിട്ട് കംപ്രസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ LA2A ഒക്കെ പോലത്തെ എക്സാമ്പിളാണെന്നുണ്ടെങ്കിൽ ബേസ് ഗിറ്റാർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോ എൻഡ് തിന്നാവാണ്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഓവറോൾ സോങ്ങിൻ്റെ ലോ എൻഡ് ടൈറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ജോണറിലും അപ്ലിക്കബിൾ അല്ല, പക്ഷേ മിക്കവാറും ഒരു കൊട്ടക്കണക്കിലൊരു 90% ജോണറിലും ഈ ഒരു കൺസിസ്റ്റൻറ്റ് ടൈറ്റ് ലോ എൻഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അങ്ങനത്തെ ആ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കംപ്രഷൻ അല്ലെങ്കിൽ മൾട്ടിബാൻഡ് കംപ്രഷൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓവറോളായിട്ട് ലോ എൻഡ് കംപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വൽ എലമെൻസിലും കംപ്രസ് ചെയ്യുക. ഇനി മൾട്ടിബാൻഡ് കംപ്രഷൻ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ എലമെൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ആംപ് ചെയ്ത ബേസ് ഗിറ്റാർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് റേഞ്ചും ആ ഒരു ജ്യൂസി പാർട്ട് കൺസിസ്റ്റൻ്റ് ആണ്, ലോ എൻഡ് മാത്രം കിടന്ന് ചാഞ്ചാടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിബാൻഡ് കംപ്രഷൻ യൂസ് ചെയ്തിട്ട് ആ ലോ എൻഡ് മാത്രമായിട്ട് കംപ്രസ് ചെയ്യാനും പറ്റും. ഓവറോൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒന്നായിട്ടുള്ള വേരിയേഷൻ വരും. സോ അങ്ങനെ മൾട്ടിബാൻഡ് കംപ്രഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ കംപ്രഷനും മൾട്ടിബാൻഡും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കൺസിസ്റ്റൻസി ഇഷ്യൂ സോൾവ് ചെയ്യാം. അടുത്തതാണ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. സോ പ്രൊഡക്ഷനിൽ മെയിനായിട്ട് എപ്പോഴും കാണുന്നൊരു ഇഷ്യൂ ആണ് അൺനെസസറി ലെയറിങ്. ലോ എൻഡിൽ പെർട്ടിക്കുലർലി ലോ എൻഡിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കുറേ ലെയറിങ്ങും കാര്യങ്ങളും പലപ്പോഴും നിങ്ങൾ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യേണ്ടത്, പക്ഷേ അത് നേരെ ഓപ്പോസിറ്റാണ് നടക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബേസ് ലെയർ ചെയ്യുക. ഇപ്പോൾ ഒരു നല്ലൊരു ബേസ് ഉണ്ടാവും, ചിലപ്പോൾ അത് നിങ്ങൾക്ക് പവർഫുൾ അല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് വേറൊരു ബേസും കൂടി ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആകെ കൊളാവാനേ ചാൻസ് ഉള്ളൂ. അതേമാതിരി ലോ എൻഡ് ഒരുപാട് പെർക്കഷൻ എലമെൻറ്റ്സ്, ഇപ്പോൾ തബല അല്ലെങ്കിൽ ഘടം പോലത്തെ എലമെൻറ്റ്സ് പ്രോഗ്രാം ചെയ്യണ സമയത്ത് അത് അവിടെ സ്പേസ് ഉണ്ട് എന്നുള്ള ഉറപ്പ് വേണം. വെറുതെ ഇപ്പോൾ ഒരു ബേസ് നോട്ട് ഓൾറെഡി വായിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലൊരു തബലയോ ഘടത്തിൻ്റെയൊക്കെ ആ സാധനം വന്നു കഴിഞ്ഞാൽ അത് ക്ലാഷ് ആവുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ലെയർ ചെയ്യുന്നതും ലോ എൻഡിൽ ഇപ്പോൾ കിക്ക് ലെയർ ചെയ്യുന്നതോ ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. വെറുതെ അൺനെസസറി കാര്യങ്ങൾ കുത്തിക്കയറ്റാണ്ട് ലോ എൻഡ് എപ്പോഴും മിനിമലാക്കി വെക്കണമായിരിക്കും ഏറ്റവും ക്ലീനായിട്ട് കിട്ടുക. പിന്നെ ഈ ലോ എൻഡിൽ പ്രൊഡക്ഷൻ വൈസ് വരുന്നൊരു വലിയൊരു ഇഷ്യൂ ഒരു കോൺട്രാസ്റ്റ് ഇല്ലായ്മയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർഫുള്ളായിട്ടുള്ള ബേസ് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് ആ ബേസ് ഇങ്ങനെ നിറച്ചിട്ട് കഴിഞ്ഞാൽ ഒട്ടും പവർഫുൾ അല്ലാതെ ആവുക. നമ്മൾ പറയില്ലേ ഇപ്പോൾ ഇല്ലാത്തപ്പോഴാണ് ഉള്ളതിൻ്റെ വില അറിയാമെന്ന്. അതേമാതിരി സ്പേസ് വേണം ഈ സാധനം പവർഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 808 ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് മ്യൂസിക്കിലൊക്കെ 808 യൂസ് ചെയ്യണം. നിങ്ങൾ ആ സാമ്പിൾ ഭയങ്കര പവർഫുള്ളായിരിക്കും 808, പക്ഷേ അത് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ മൂട്ടിൽ ഇങ്ങനെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു സബ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ പവർഫുള്ളായിട്ടുള്ള ഒരു ഫീല് കിട്ടൂല. അത് ആ പവർഫുള്ളായിട്ടുള്ള ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് വേണം, ഇത്തിരി സൈലൻസ് വേണം. എന്നിട്ട് ആ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു നടുപ്പുറത്തൊരു ചവിട്ടിട്ട് ആ പവർഫുള്ള് ഫീല് കിട്ടുള്ളൂ. ഭയങ്കര സ്പാഴ്സായിട്ട് മാത്രം സാധനം ഇട്ട് കൊടുക്കുക, അപ്പോഴാണ് ആ പവർ കിട്ടുക. അതിങ്ങനെ മത്തിമാരി ഇങ്ങനെ സബ് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ലോ എൻഡിൽ നിങ്ങൾ ഉദ്ദേശിച്ച പവർ കിട്ടൂല. ഇച്ചിരി എപ്പോഴേലും ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ഗ്രോവ് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ അത് ആലോചിക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ 808 എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഗ്ലൈഡ് ചെയ്ത് 2-3 ഒക്ടേവൊക്കെ മുകളിലേക്ക് കയറ്റുക, സ്ഥിരം നമ്മൾ കേൾക്കണതാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ എൻഡ് അങ്ങോട്ട് സബ് അങ്ങോട്ട് പോവും, പക്ഷെ ആ സൗണ്ട് അവിടെ ഉണ്ടാവും. പക്ഷെ എന്നിട്ട് തിരിച്ച് ഗ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് തന്നെ ഇറക്കുമ്പോൾ വീണ്ടും ആ സബ് വരും. അപ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് പിന്നെ വരുമ്പോഴാണ് ആ ഒരു പവർ കിട്ടുള്ളൂ.
കോൺട്രാസ്റ്റ് വേണം, ഇല്ലാത്ത സമയത്തും ഉള്ള സമയത്തുള്ള ആ ഒരു ബാലൻസ് വേണം. വെറുതെ ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ലോ എൻഡിൽ ആ പവർ ഉണ്ടാവില്ല. സോ അതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്ന ചില ലോ എൻഡ് ഇഷ്യൂസ് പ്രൊഡക്ഷനിലും മിക്സിങ്ങിൽ ഈ പറഞ്ഞ ക്ലൗഡി ലോ എൻഡ് ഇഷ്യൂസ്. അത് മിക്കവാറും അൺനെസസറി ലോ എൻഡുകൾ ബിൽഡപ്പ് ചെയ്ത് വരുന്നതാണ്. EQ അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആ സിറ്റുവേഷൻ സോൾവ് ആവും. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇല്ലാത്ത ലോ എൻഡ്, അതിന് മൾട്ടിബൈൻ കംപ്രഷൻ വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ലോ എൻഡ് കിട്ടും. അതും ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നൊരു പ്രോബ്ലമാണ്. അതങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഡക്ഷനിൽ കാണുന്ന ഇഷ്യൂസാണ് ഈ അൺനെസസറി ലെയറിങ്. ഇതേമാതിരി ലോ എൻഡ് വെറുതെ ആവശ്യമില്ലാണ്ട് കുറേ എലമെൻറ്റുകൾ ആഡ് ചെയ്യുന്നതിന് പകരം കറക്റ്റ് സൗണ്ടുകൾ ചൂസ് ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം ചെയ്യുക. അത് ഭയങ്കര ക്ലീൻ ലോ എൻഡ് കിട്ടാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളത് കോൺട്രാസ്റ്റ് ഇല്ലായ്മ. ഞാനിപ്പോൾ അവസാനം പറഞ്ഞ പോയിൻറ്റ്, ആവശ്യത്തിന് മാത്രം ഇടയ്ക്ക് ഇട്ട് കൊടുക്കണതാണ് എപ്പോഴും പവർഫുള്ളായിട്ടുണ്ടാവുക. ചില ജോണറുകളിൽ, ഞാൻ എല്ലാ ജോണറുകളിലും അല്ല പറയുന്നത്, നിങ്ങൾക്ക് പവർഫുൾ ലോ എൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം അപ്ലിക്കബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിക്, ഒരു ആംബിയൻ ടൈപ്പ്, ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ലോ എൻഡാണ് നിങ്ങളെ സോങ്ങിന് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ലോ എൻഡ് വേണ്ടി വരും. ഞാൻ പറയുന്നത് നിങ്ങൾ പവർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാക്കുകയുള്ളൂ. സോ ആവശ്യത്തിന് മാത്രം സ്പേസ് ഇട്ടിട്ട്, സൈലൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂവിലായാലും പവറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ എൻഡിലാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും സ്പേസ്, നോട്ടിന് ഉള്ള അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് സൈലൻസിനും. സോ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. താങ്ക്സ്.